സന്തോഷത്തിന്റെ പേരിൽ, ആർഭാടത്തിന്റെ പേരിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് വെച്ചാൽ പോലും വലിയ കുറ്റമാണ്. കാരണം ശുദ്ധമായ ഖുർആൻ ശരീഫിൽ സൂറത്ത് മറിയമിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്, നമ്മളോട് പഠിപ്പിക്കുന്നുണ്ടോ? സൂറത്ത് മറിയം 92-ാമത്തെ ആയത്തിൽ നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. وقالوا اتخذ الرحمن ولدا لقد جئتم شيئا عدا. وقالوا اتخذ الرحمن ولدا. ഒരു കൂട്ടുകാർ അല്ലെങ്കിൽ ഒരു വിഭാഗക്കാർ പറയുകയാണ് അല്ലാഹുവിന് സന്താനമുണ്ടെന്ന്, അല്ലാഹുവിന് മകനുണ്ടെന്ന്, അല്ലാഹുവിന് കുട്ടിയുണ്ടെന്ന് പറയുന്ന ഒരു കൂട്ടര് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ കൂടി അല്ലാഹുവിന്റെ റസൂലിലേക്ക് പറഞ്ഞറിയിച്ചു കൊടുക്കുകയാണ്, ലോകത്തിനോട് മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറയുന്ന ഒരു കൂട്ടര് തകാദുസ് സമാവാതു യതഫത്തർന മിൻഹു വ തൻഷഖൽ അർളു വ തുഹിറുൽ ജിബാലു ഹത്താ. അല്ലാഹുവിന് സന്താനമുണ്ടെന്നും അല്ലാഹു പ്രസവിച്ചെന്നും അല്ലാഹുവിന് കുട്ടിയുണ്ടെന്നും പറയുന്ന ആ കൂട്ടര് അവര് പറഞ്ഞ കാരണം കൊണ്ട് തകാദുസ് സമാവാതു യതഫത്തർന മിൻഹു വ തൻഷഖൽ അർളു വ തുഹിറുൽ ജിബാലു ഹത്താ. ഈ ഭൂമിയെ പിളർന്ന് ആകാശത്തിനെ ഇടിച്ചു വീണ് പർവ്വതങ്ങളെല്ലാം പറത്തിക്കളയുന്ന ഒരു ദിവസത്തിലേക്ക് അല്ലാഹു അവരെ കൊണ്ടെത്തിക്കും. കാരണം എന്താണ്? അല്ലാഹുവിന് സന്താനമുണ്ടെന്ന് പറഞ്ഞു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്ന തൗഹീദിൽ വിശ്വസിക്കുന്ന മുസ്ലിമേ, എങ്ങനെയാണ് നിനക്കത് പറയാൻ കഴിയുന്നത്? അല്ലാഹുവിന് സന്താനമുണ്ടായിട്ടുണ്ടോ? അല്ലാഹുവിന് സന്താനമുണ്ടോ? ആരാണ്? റൂഹുല്ലാഹി ഈസ. അല്ലാഹുവിന്റെ ശ്രേഷ്ഠരായ ഔന്നിത്യം നേടിയ ഒരു മഹതിയാകുന്ന ബഹുമാനപ്പെട്ട മറിയം ബീവിയിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രീലിന്റെ ഉത്തരവാദിത്വത്തിലാണ് മറിയം ബീവിക്ക് അല്ലാഹു അവരുടെ ഉദരത്തിലേക്ക് റൂഹ് ഊതുകയാണ്. ഉമ്മയും വാപ്പയും ഇല്ലാതെ ജനിച്ച ആളാണ് ബഹുമാനപ്പെട്ട അബുൽ ബശർ ആദം അലൈഹിസ്സലാം. അതുപോലെ ഉപ്പയുടെ സാമീപ്യമില്ലാതെ ജനിക്കപ്പെട്ട പ്രവാചകനാണ് റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം. ഈസാ നബിക്ക് ഉപ്പയില്ല. മറിയം ബീവിയുടെ ദിവ്യമായ ഒരു ഗർഭത്തിൽ നിന്നാണ് റൂഹുല്ലാഹി ഈസാ നബി അല്ലാഹു സൃഷ്ടിച്ചത്. അപ്പോൾ ആ സൃഷ്ടിയിൽ ജനങ്ങൾ പറഞ്ഞത് ദൈവത്തിന്റെ പുത്രനാണെന്ന് വാദിക്കുകയാണ്. നമ്മുടെ ഹൈന്ദവ വിശ്വാസം, ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമാണത്. നമ്മൾ അങ്ങോട്ട് കടക്കുകയില്ല. എന്നാൽ പറഞ്ഞു വന്നത് ഈ ഒരു വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഒരു ചിന്തയുടെ കാരണമാണ് ഈ ആഘോഷം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ആഘോഷം അല്ലാഹുവിന്റെ പുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സമൂഹം ആഘോഷിക്കുന്ന ആഘോഷത്തിൽ ഒരു സ്റ്റാറ്റസ് കൊണ്ടുപോലെ നമ്മൾ പങ്കുചേർന്നാൽ നമ്മൾ കാണിച്ച വലിയ ശിർക്കാണ്. അതിന്റെ ഗൗരവം നമ്മളെ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എത്ര പേരാണ് അവരുടെ മക്കളെ പറഞ്ഞു വിടുകയും ആഘോഷങ്ങൾക്ക് പങ്കുചേരാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്യുമ്പോൾ വളരെ ഗൗരവമാണ്. ഇസ്ലാമിൽ നിന്ന് ഈമാൻ ഊരിപ്പോകുന്നു. വലിയ രീതിയിൽ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോകുന്ന വലിയ കാര്യം ചെറിയ വിഷയമല്ല. അല്ലാഹുവിന് മക്കളുണ്ട്, അല്ലാഹുവിന് മകനുണ്ടെന്ന് പറയുന്ന ആ വിശ്വാസത്തിന്റെ ആഘോഷത്തിൽ പങ്കുചേരുമ്പോൾ ഇവൻ എന്ത് സ്ഥാപിക്കുകയാണ്? ആ അല്ലാഹുവിന് സന്താനമുണ്ടെന്ന ആ ഒരു വാദത്തിന് ഇവൻ ശരിവെക്കുകയാണ്. അത് സ്റ്റാറ്റസ് കൊണ്ടാവട്ടെ, അതൊരു യാത്ര കൊണ്ടാവട്ടെ, അല്ലെ ആ സന്തോഷത്തിൽ പങ്കുചേർന്ന് കൊണ്ടാവട്ടെ, അല്ലാഹുവിന് സന്താനമുണ്ടെന്നുള്ള വിശുദ്ധമായ ഖുർആൻ ഒരിക്കലും ഉണ്ടാവുകയില്ല. വിശുദ്ധമായ ആ വാക്കിനെ ഖുർആൻ ലംഘിക്കുകയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ സാഹോദര്യത്തിന്റെ പേരിൽ, സൗഹാർദ്ദത്തിന്റെ പേരിൽ അതെല്ലാം ആഘോഷത്തിൽ പങ്കുചേരുന്ന നമ്മൾ പോലും അറിയാതെ ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരിക്കലും അങ്ങനെയല്ലല്ലോ സാഹോദര്യം ഉണ്ടാവേണ്ടത്. സ്നേഹമുണ്ട്. അവൻ ആഘോഷിക്കുമ്പോൾ അവൻ ആഘോഷിക്കട്ടെ. ആ ആഘോഷത്തിൽ തടസ്സം നിൽക്കാനോ ആ ആഘോഷങ്ങളെ എതിർക്കാനോ ആ ആഘോഷങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കാനോ പോകാതെ അവൻ ആഘോഷിക്കുന്നു അവരുടെ വിശ്വാസം.
നമ്മുടെ വിശ്വാസം അതല്ലേ ലക്കും ദീനുക്കും വലിയ ദീൻ. അവർക്ക് അവരുടെ മതമാണ് വലുത്. ആ മതത്തിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുക. പിന്നെ നമുക്ക് എന്ത് ഈമാനാണ്? പിന്നെ നമുക്ക് എന്ത് ഈമാനുള്ള മുഅ്മിനീങ്ങൾ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പറഞ്ഞു വന്നത്, ഒരു പുതുവത്സരം കടന്നു വരികയാണ്. അപ്പൊ ഈ ന്യൂ ഇയർ എന്ന് പറയുന്ന ഒരു ആഘോഷമാണ്. അത് ലോകത്തിന്റെ ഒരു പുതിയ വത്സരത്തിന്റെ ആഘോഷമല്ല. ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസ പ്രകാരം കന്യാമറിയത്തിന്റെ മറിയം ബീവിയുടെ ജന്മമാണ്. 25-ന് ഈശോവിന്റെ ജന്മവും 31 രാത്രിയിൽ മറിയം ബീവിയുടെ ജന്മവുമാണ്. ആ ആഘോഷമാണ് അത് പങ്കുവെച്ചത്. നമ്മൾ അതിൽ എന്തിനാണ് കെട്ടിച്ചമെന്ന് നമ്മൾ ആർഭാടം കാണിക്കാൻ പോകുന്നത്? അത് ആഘോഷം എന്ത് ആഘോഷമാണ്? സുബ്ഹാനല്ലാഹ്. കള്ളില്, പെണ്ണില്, കൂത്താട്ടത്തില്, ആഭാസത്തില്, പാട്ട്, ഇസ്ലാം ലോചിച്ച് അതന്നെ ആഘോഷം. വേറെ ഒന്നുമില്ലല്ലോ, വേറെ ആഘോഷമൊന്നുമില്ലല്ലോ. അതന്നെയാണ് ആഘോഷം. മുഅ്മിനീങ്ങളെ നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. നമ്മളെ മക്കളെയൊക്കെ അതിൽ നിന്ന് മാറ്റി നിർത്തണം. ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ സമയത്തൊരു സഞ്ചാരങ്ങൾ, എത്രയോ സമയങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോഴൊന്നും പോവാതെ ഈ പ്രത്യേക സാഹചര്യത്തിൽ കൂടിയുള്ള യാത്രകളൊക്കെ നമ്മൾ ഒഴിവാക്കി ശിർക്കിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു നോട്ടമായെങ്കിലും പോലും നമ്മൾ ഒഴിവാക്കിയാൽ അത് വലിയ നന്മയായിരിക്കും. ചെറിയൊരു നോട്ടം മതി. ആ നോട്ടം കൊണ്ട് തന്നെ അറിയാതെ നമ്മൾ ശിർക്കിലേക്ക് അകപ്പെട്ടു പോകും. ആഖിബത്ത് മോശമായി പോകും. നന്നായി ലോകത്തോട് വിട പറയാൻ കഴിയില്ല. ഈമാനില്ലാതെ നശിച്ചു പോകും. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അത്തരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ നടത്തുമ്പോൾ അവർ നടത്തിക്കൊള്ളട്ടെ. നമുക്കതിൽ പങ്കുകൊള്ളാനോ നമ്മ അതിലേക്ക് ആഘോഷിക്കാനോ പോകണ്ട. നമ്മൾ എതിർക്കാനും പോകണ്ട. നമ്മൾ അവരെ കളിയാക്കാനും പോകണ്ട. അത് അവരുടെ മതത്തിന്റെ സന്തോഷങ്ങൾ. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അതാണ് സാഹോദര്യം. അവിടെയാണ് സെക്യുലറിസം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് വേണ്ടത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് അധ്യാപനങ്ങൾ ചെയ്യുന്നു. അത് നമ്മൾ മനസ്സിലാക്കുന്നു. അത് വലിച്ചെറിയാനല്ല, ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റേ ചെവി കൊണ്ട് കളയാനല്ല. അത് ഉൾക്കൊള്ളാനാണ്, ഹൃദയത്തിലേക്ക് ചേർക്കാനാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന അദാബിലേക്ക് നമ്മൾ എത്തിപ്പെടും. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വത്തബഉ അഹ്സന മാ അൻസല ഇലൈക്കും മിർ റബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതീകുമുൽ അദാബ് ബഅതതൻ വഅൻതും ലാ തശ്ഉറൂൻ. മുഅ്മിനീങ്ങളെ, വത്തബഉ മാ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ, വിശുദ്ധമായ ഖുർആനിനെയാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ഖുർആൻ പറയുന്നത് പോലെ നിങ്ങൾ ജീവിച്ചാൽ മിൻ ഖബ്ലികും അൻ യഅതീകുമുൽ അദാബു ബഅതതൻ വഅൻതും ലാ തശ്ഉറൂൻ. പെട്ടെന്ന് അല്ലാഹു നിങ്ങളിലേക്ക് അദാബ് ഇറക്കുകയാണ്. വലിയ കഠിനമായ ശിക്ഷ അല്ലാഹു നിങ്ങളിലേക്ക് നൽകുന്നതിന് മുമ്പ് ഖുർആനിന്റെ വഴിയെ നിങ്ങൾ സഞ്ചരിക്കണേ. ഖുർആനിന്റെ ആയാത്തുകൾ മനസ്സിലാക്കണേ. ഖുർആൻ പറയുന്നത് പോലെ ജീവിതത്തിന്റെ ചിട്ടയെ മാറ്റി കൊണ്ടുവരണേ. ഖുർആൻ നിന്നും അല്പം പോലും, ഒരു മൈക്രോ സെക്കൻഡ് പോലും ഖുർആനുമായുള്ള ബന്ധം വിച്ഛേദിച്ചു പോകല്ലേ. മയഅതീകുമുൽ അദാബു ബഅതതൻ വഅൻതും ലാ തശ്കുറൂൻ. നാളെ നിങ്ങൾക്ക് അറിവില്ലാത്തവരാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ റബ്ബിന്റെ കോടതിയിൽ ഒരു വഴിയും നിങ്ങൾക്കുണ്ടാകൂല. അല്ലാഹു പിടിക്കുന്ന പിടുത്തത്തിൽ നിന്നും ഊരിപ്പോകാൻ, അല്ലാഹുവിന്റെ വലയത്തിൽ നിന്നും രക്ഷപ്പെട്ടോടാൻ ഒരിടവും നിങ്ങൾക്കുണ്ടാകൂല. മുഅ്മിനേ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ ഓതുന്നു, ഖുർആൻ ഇങ്ങനെ പറയുന്നു. മനസ്സിലാക്കാൻ മുഅ്മിനീങ്ങൾക്ക് സമയമുണ്ടാകുന്നില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ആ വിശ്വാസപ്രകാരം നമ്മൾ ഒരു അണുമണി തൂക്കം പോലെ ഈമാൻ നമ്മുടെ ഉള്ളിൽ നിന്നും അചഞ്ചലമായി ഉണ്ടാകുന്ന ഈമാൻ 100% 100% ഈമാൻ ഉണ്ടാവാം. അല്പം പോലെ ഈമാൻ നമ്മൾ വ്യതിചലിച്ചു പോകരുത്. അത് നമ്മുടെ ആഖിബത്ത് നന്നാക്കി കളയില്ല, മോശമാക്കി കളയും. ആഖിബത്ത് മോശമായാൽ ഉറപ്പായിട്ടും നരകത്തിന്റെ അവകാശിയായി മാറും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.